ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഖത്തറിലെ പ്രവാസി ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും സാധ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കുന്നതിനുമുള്ള അടുത്ത ഓപ്പൺ ഹൗസ് ഈ മാസം 29-ന് നടക്കും. ഓപ്പൺ ഹൗസിന് ഇന്ത്യൻ അംബാസിഡർ വിപുൽ നേതൃത്വം നൽകും. 29-ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 3 മണി വരെ രജിസ്ട്രേഷൻ നടക്കും. 3 മണി മുതൽ 5 മണി വരെ എംബസിയിൽ നേരിട്ട് ഹാജരായി ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കാവുന്നതാണ്. ദോഹയിലെ ഇന്ത്യൻ എംബസി എല്ലാ മാസവും പ്രവാസി ഇന്ത്യക്കാർക്കായി ഓപ്പൺ ഹൗസ് സംഘടിപ്പിക്കാറുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി 55097295 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കുവൈറ്റിലെ ഫഹായിലിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മലയാളികൾ ഉൾപ്പെടെ 10 പേർക്ക് പരിക്കേറ്റു. ഫഹായിൽ ദബൂ സ്ട്രീറ്റിൽ മാർക്ക് ആൻഡ് സേവ് സൂപ്പർ മാർക്കറ്റിന് സമീപം മലയാളികൾ നടത്തുന്ന റെസ്റ്റോറൻറ്റിലാണ് അപകടമുണ്ടായത്. AC-യിൽ നിന്നും വാതക ചോർച്ചയുണ്ടായതിനെ തുടർന്നാണ് പൊട്ടിത്തെറി സംഭവിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. ഫഹായിൽ അഹമ്മദി സ്റ്റേഷനുകളിൽ നിന്നുള്ള അഗ്നിശമന സേന അംഗങ്ങൾ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചു. തൊഴിൽ നിയമ ലംഘനങ്ങൾക്കുള്ള പിഴകൾ സൗദി അറേബ്യ പരിഷ്കരിച്ചു. സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് നിയമലംഘനങ്ങൾക്കുള്ള പിഴകളിൽ മാറ്റം വരുത്തിയത്. തൊഴിൽ നിയമത്തിലെ പുതിയ ഭേദഗതികളെയും അതിൻ്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളെയും അടിസ്ഥാനമാക്കി ലംഘനങ്ങളുടെയും പിഴകളുടെയും പട്ടിക പുതുക്കാൻ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് അൽ റാജിഹി തീരുമാനിച്ചു. പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് മന്ത്രാലയം പൊതുജനങ്ങളുടെ അഭിപ്രായം തേടിയിരുന്നു. വിവിധ വിഭാഗത്തിലുള്ള കമ്പനികളിലും സ്ഥാപനങ്ങളിലും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ വിവേചനാധികാരത്തിൻ്റെയും വ്യക്തിപരമായ വിധിന്യായത്തിൻ്റെയും ആവശ്യകത കുറയ്ക്കുന്നതിലൂടെ സ്ഥാപനങ്ങൾക്കും ഇൻസ്പെക്ടർമാർക്കും ലംഘനങ്ങൾ വ്യക്തമായും കൃത്യമായും നിർവചിക്കുക എന്നതാണ് പരിഷ്കാരത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രാലയം അധികൃതർ ചൂണ്ടിക്കാണിച്ചു. ഫ്ലെക്സിബിൾ ജോലി, റിമോട്ട് വർക്ക് തുടങ്ങിയ തൊഴിൽ അന്തരീക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ അഭിസംബോധന ചെയ്യൽ പരിഷ്കാരം സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് പിഴകളുടെ പട്ടിക പുതുക്കിയിരിക്കുന്നത്. ലൈസൻസില്ലാതെ റിക്രൂട്ട്മെന്റ് നടത്തിയാലോ പുറത്തുനിന്നും ആളുകളെ ജോലിക്കെടുക്കുകയോ ചെയ്യുന്നതിന് 2 ലക്ഷം മുതൽ 2.5 ലക്ഷം സൗദി റിയാൽ വരെയാണ് പിഴ. ലൈസൻസില്ലാതെ സൗദികളെ നിയമിച്ചാൽ 2 ലക്ഷം സൗദി റിയാൽ. വർക്ക് പെർമിറ്റ് ഇല്ലാതെ സൗദി അല്ലാത്ത ഒരാളെ നിയമിച്ചാൽ തൊഴിലുടമയ്ക്ക് 10,000 സൗദി റിയാലാണ് പിഴ. തൊഴിലാളികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പിഴത്തുകയും കൂടും. സൗദി സ്വദേശിയല്ലാത്ത തൊഴിലാളികളെ സൗദികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന തൊഴിലുകളിലോ പ്രവർത്തനങ്ങളിലോ നിയമിച്ചതിനോ സാധുവായ തൊഴിൽ ബന്ധമില്ലാതെ സൗദി തൊഴിലാളിയെ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്താൽ തൊഴിലുടമയ്ക്ക് 8,000 സൗദി റിയാൽ പിഴയുണ്ടാകും. ഒമാന്റെ മധ്യസ്ഥതയിൽ അമേരിക്ക ഇറാൻ ആണവ ചർച്ചയുടെ 5ാം ഘട്ടം സമാപിച്ചു. ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. റോമിലായിരുന്നു ചർച്ച നടന്നത്. ചർച്ച പുരോഗതിയോടെയാണ് സമാപിച്ചതെന്നും സെയ്ദ് ബദർ എക്സിൽ വ്യക്തമാക്കി. ചർച്ചയുടെ 4ാം ഘട്ടം മസ്കറ്റിലാണ് നടന്നിരുന്നത്. ഇരു കക്ഷികളും കരാറിലേക്ക് എത്തുന്നതിനുള്ള നീക്കത്തിലാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ദോഫാർ ഗവർണറേറ്റിൽ മയക്കുമരുന്ന് കടത്തിയ പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പാകിസ്ഥാൻ പൗരന്മാരാണ് പിടിയിലായത്. ക്രിസ്റ്റൽ മെത്ത്, ഹാഷിഷ്, മോർഫിൻ, മയക്കുമരുന്ന് ഗുളികകൾ എന്നിവയാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. ഉപയോഗത്തിനും വിതരണത്തിനുമായാണ് ഇവ കടത്തിയിരുന്നതെന്ന് അധികൃതർ അറിയിച്ചു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അധികൃതർ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഒമാൻ റിയാലിൻ്റേതെന്ന പേരിൽ തെറ്റായ ചിഹ്നം പ്രചരിപ്പിക്കുന്നതിനെതിരെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ രംഗത്ത്. തെറ്റായ വിവരങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കപ്പെട്ട സാഹചര്യത്തിലാണ് സെൻട്രൽ ബാങ്ക് അധികൃതർ വിഷയത്തിൽ കൃത്യത വരുത്തിയും മുന്നറിയിപ്പ് നൽകിയും രംഗത്ത് വന്നിരിക്കുന്നത്. ഒമാനി റിയാലിൻ്റെ ചിഹ്നത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് അവകാശപ്പെട്ട് അടുത്തിടെ പ്രചരിച്ചത് പൂർണ്ണമായും തെറ്റാണെന്നും ബാങ്ക് അംഗീകരിച്ചിട്ടില്ലെന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അറിയിച്ചു. ഈ ചിഹ്നം നിയമവിരുദ്ധമാണെന്നും അത് പങ്കിടുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. പൊതുജനങ്ങൾ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണമെന്നും അംഗീകാരമില്ലാത്ത ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടു.
ഔദ്യോഗികവും സ്ഥിരീകരിച്ചതുമായ മാർഗങ്ങളിലൂടെ മാത്രമേ വിവരങ്ങൾ നേടാവൂ എന്നും ബാങ്ക് പൗരന്മാരോടും താമസക്കാരോടും നിർദ്ദേശിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ വ്യോമയാന മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ വീണ്ടും വിമാനത്താവളം സന്ദർശിച്ച് വിലയിരുത്തലുകൾ നടത്തി. ഡയറക്ടർ ജോയന്ത ചക്രബർത്തിയാണ് കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സൗകര്യങ്ങൾ വിലയിരുത്തിയത്. ടെർമിനലും കാർഗോ കോംപ്ലക്സും ഉൾപ്പെടെ വിമാനത്താവളവും പരിസരവും വിശദമായി പരിശോധിച്ച അദ്ദേഹം വിമാന സർവീസുകൾ, ആഭ്യന്തര വിദേശ യാത്രക്കാരുടെ എണ്ണത്തിലെ വർധനവ് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിന്റെ പ്രാധാന്യവും വളർച്ചയും സാധ്യതകളും വിശദമാക്കുന്ന അവതരണം കിയാൽ അധികൃതർ നടത്തി. വിമാനത്താവളത്തിലെ സൗകര്യങ്ങളിൽ ജോയന്ത ചക്രബർത്തി പൂർണ്ണ തൃപ്തി അറിയിച്ചു. കണ്ണൂർ വിമാനത്താവളത്തെ മലബാറിന്റെ എയർ കാർഗോ ഹബ്ബായി മാറ്റാൻ സാധിക്കുമെന്നും ചൂണ്ടിക്കാണിച്ചു. 59,000 മെട്രിക് ടൺ സംഭരണ ശേഷിയുള്ള പുതിയ കാർഗോ ടെർമിനലിന്റെ പ്രവർത്തന ഉദ്ഘാടനത്തിന് കാത്തിരിക്കുകയാണ് അധികൃതർ. അതേസമയം പോയിന്റ് ഓഫ് കോൾ പദവി ലഭിച്ചാൽ കണ്ണൂർ വിമാനത്താവളത്തിന് വൻ കുതിച്ചുചാട്ടം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. പദവി ലഭിച്ചാൽ മാത്രമേ വിദേശ വിമാന കമ്പനികൾക്ക് കണ്ണൂരിൽ നിന്നും സർവീസുകൾ നടത്താൻ സാധിക്കൂ. നിലവിൽ രാജ്യത്തിനകത്തുള്ള വിമാന കമ്പനികൾക്ക് മാത്രമാണ് സർവീസ് നടത്താൻ അനുമതി നൽകിയിട്ടുള്ളത്. ഈ വിമാന കമ്പനികൾക്ക് ആവശ്യാനുസരണം സർവീസ് നടത്താൻ വിമാനങ്ങളും ലഭ്യമല്ല. അതിനാലാണ് യാത്രക്കാർ കൂടുതൽ ഉണ്ടെങ്കിലും കണ്ണൂരിൽ വിമാന സർവീസുകൾ ആവശ്യമനുസരിച്ച് നടത്താൻ സാധിക്കാത്തത്. കൂടുതൽ വിമാന സർവീസുകൾക്ക് അവസരമുണ്ടായാൽ എയർപോർട്ടിൽ നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും അനുബന്ധ വികസനം സാധ്യമാക്കാനും സാധിക്കും. വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ ലഭ്യമാകാത്തത് കാരണം ഉത്തര മലബാറിലെ ജനങ്ങളുടെ യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ലഭ്യതയനുസരിച്ചുള്ള ചരക്ക് നീക്കം നടത്തുന്നതിനും വിഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയ്ക്കും കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങൾക്കും പ്രയോജനകരമായ കണ്ണൂർ എയർപോർട്ട് കൂർഗ്, മൈസൂർ, മംഗലാപുരം എന്നിവിടങ്ങളിലെ യാത്രക്കാരുടെ പകരം എയർപോർട്ട് കൂടിയാണ്. ഒമാനിൽ ബിനാമി വ്യാപാരം തടയുന്നതിനുള്ള രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം തുടക്കമിട്ടു. വാണിജ്യ രേഖകളുടെ ഓഡിറ്റിന്റെ ആദ്യഘട്ട ഫലങ്ങൾ വിലയിരുത്തുന്നതിനും രണ്ടാം ഘട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി നാഷണൽ ടീം ഫോർ കോംബാക്ടിംഗ് ഹിഡൻ ട്രേഡ് രണ്ടാമത്തെ യോഗം ചേർന്നു. ഒമാനിലെ നിയമവിരുദ്ധ വാണിജ്യ പ്രവർത്തനങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള 412/2023 നമ്പർ മന്ത്രിതല പ്രമേയം നടപ്പിലാക്കുന്നതിന്റെ തുടർ നടപടികൾക്കായാണ് യോഗം ചേർന്നത്. ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയ വാണിജ്യരേഖകളുടെ ഓഡിറ്റ് ഫലങ്ങളുടെ വിശദമായ അവലോകനം സംഘം നടത്തി. രഹസ്യ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും വിദേശ നിക്ഷേപകർക്ക് നിരോധിച്ചിരിക്കുന്നവ, നടത്തുന്ന നിയമവിരുദ്ധ വാണിജ്യ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിലും തിരിച്ചറിയുന്നതിലും ഗണ്യമായ പുരോഗതി കൈവരിച്ചതായി ചൂണ്ടിക്കാണിച്ചു.